മലമ്പുഴ ഡാമിൻ്റെ അതുവഴി ഒന്നാം പുഴയിലോട്ട് പോകുന്ന അടുത്ത് തന്നെ ഒരച്ഛനും അമ്മയും നൊങ്ക് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ ഇത് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഈ ആളുകളുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ അത് നിങ്ങളെയും കൂടി എനിക്ക് കാണിക്കണം എന്ന് തോന്നി കേട്ടോ. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഒന്നാം പുഴ കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിക്ക് കുറച്ച് നൊങ്ക് കൊണ്ടൊക്കെ ഒരു അമ്മ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവരെ പരിചയപ്പെട്ട്. അമ്മയുടെ പേരെന്താ? അമ്മ കുഞ്ഞ്. ഇത് അച്ഛനാണ് കേട്ടോ ഇവിടെ നൊങ്ക് കൊടുക്കുന്ന ആള്. അച്ഛൻ എന്താ പേര്? ഓ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. ഇത് അച്ഛൻ എന്നും ഉണ്ടാവും ഇവിടെ? ശനി ഞായർ ആണോ? കിട്ടില്ലല്ലേ? ഇന്നിപ്പോ ഇത്രയും കിട്ടിയുള്ളൂ. ആ, എത്ര ഇതിന്? 20 രൂപ. ഇവിടെ എങ്ങനെ ആൾക്കാർ വരുന്നു വാങ്ങിക്കുന്നുണ്ടോ? എല്ലാവർക്കും വരും. ഒറ്റപ്പെട്ട് അപ്പുറത്തും വരുവാണെങ്കിൽ വല്ലവരും അങ്ങനെ ഇരിക്കുക പല ഒരു കായ് പോവാ ആണല്ലേ? അല്ലാണ്ട് അങ്ങനെ ആൾക്ക് ടൗണൊന്നും ഇല്ലല്ലോ. അച്ഛൻ എന്താ ശരിക്കും ജോലി ഇത് തന്നെയാണോ? നമ്മള് തൊഴിലുറപ്പ് ഇതൊക്കെയാണ്. ആണല്ലേ? അച്ഛൻ വീട് ഇവിടെ അടുത്താ? എന്റെ ഇവിടെ അടുത്തുണ്ട്. അടുത്തല്ലേ? ഇത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ലല്ലേ നമുക്ക്? എപ്പോഴൊന്നും ഉണ്ടാവില്ല. വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. കിട്ടിയപ്പോ കൊണ്ട് ഇല്ലെങ്കിൽ നിൽക്കൂല. ആണല്ലേ? നമുക്ക് പോലെ എന്തെങ്കിലും 10 രൂപ കിട്ടിയ ജോലിയെ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കണം അല്ലേ? വീട്ടിലിരിക്കുമ്പോ ലോകമല്ലേ കാലാവസ്ഥകളൊക്കെ. അപ്പൊ വീട്ടിൽ പായ എന്താ കാണാനുള്ളത്? നേരം പോവും. അടുക്കായി വിറ്റ പോലെയായി. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചെലവിന് വലുതായില്ലേ? വീട്ടിൽ പെട്ട് കിട്ടാൻ നമുക്ക് അതാണ്. ഇത് കഴിക്കുമ്പോ എന്താ ഗുണം? പറഞ്ഞ പല സൂക്കറും പറ്റത്. എല്ലാ സൂക്കറും പറ്റത് ആണല്ലേ? രോഗത്തിന് ടിവിക്ക് അത് ഇത് പറഞ്ഞ പല ഇതിലും പോണ സാധനങ്ങളത്. നമ്മുടെ ഈ എനിക്ക് വന്ന് പാലക്കാടല്ല കുറച്ച് കൂടുതൽ ഇത്? പാലക്കാടല്ലേ കൂടുതൽ. സാധനം കൂടുതല് കൂടിയാലും സാധനമില്ല, കമ്മിയാണ്. ആണല്ലേ? അതുകൊണ്ട് ഇപ്പൊ എല്ലാ വരെയും ഇപ്പൊ അങ്ങനെ കായ്ക്കൊന്നുമില്ല. പെമ്പനികളെ കായ്ക്കുള്ളൂ. ആമ്പനിയുണ്ട്, പെമ്പനിയുണ്ട്, പല രൂപത്തില് പരികളുണ്ട് ഈ സ്ഥലത്ത്. അങ്ങനെ എല്ലാ വരിയിലൊന്നും ഉണ്ടാവില്ല. ഇതിൽ പറ്റിയ വരികളിലും ഉണ്ടാവുള്ളൂ. രണ്ടുപേരും അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ? ഇന്നലത്തോടെ തൊഴിലുറപ്പ് കഴിഞ്ഞോളൂ. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനെ ഇറങ്ങിയാണ്. തൊഴിലുറപ്പ് പണി തുടങ്ങിയെങ്കിലും വരില്ല. വരില്ലല്ലേ? ഒരാൾ പണി നമ്മൾ കഞ്ഞിയ വെള്ളം കൊണ്ടുവരാൻ പഠിക്കാനാ പോയിട്ട് ഒരാളും കാണുന്ന ഒരാളും അല്ലാണ്ട് നിന്നിട്ട് കാര്യം. നമ്മള് പാതി വന്നിട്ട് അപ്പൊ കഞ്ഞി കുടിക്കാൻ പോകാൻ പറ്റുമോ? അതെ അതെ. അപ്പൊ അതിന് ഇതിപ്പോ തീർന്നില്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? കൊണ്ടുപോകും. വീട്ടിലോട്ട് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകും. നാളെ വെക്കും. നാളെ നേരമൊക്കെ ആളുണ്ടാവും. ഇത് വെട്ടി ഇത്ര ദിവസം അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? എത്ര ദിവസം വെക്കാവോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഒരാഴ്ച വരെ വെക്കാം. കുഴപ്പമൊന്നും. ഇത് എപ്പോഴാ സീസൺ ടൈം? സീസൺ ഇപ്പൊ തന്നെ. അതല്ലേ? ഇപ്പൊ ഈ മാസം നമ്മൾ വിട്ടു വരുന്നവരുണ്ടാവും. ഉണ്ടാവില്ല. പണ്ടൊക്കെ കൊറേ ഉണ്ടായിരുന്നു ഇത്. പണ്ട് മുമ്പ് കാലങ്ങളൊക്കെ തന്നെ ജീവിതങ്ങളൊക്കെ നമ്മുടെ ആണല്ലേ? ഇപ്പൊ എന്താ ഇത് കുറവ്? ഇപ്പൊ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറവല്ലേ. ഓരോ കൊല്ലം കായുണ്ടാവില്ല. കായുണ്ടെങ്കിൽ പാലക്കടൊക്കെ മുടിക്കാൻ പറ്റിയാണ്. ഇതൊക്കെ 60-70 റുപ്യ പോകും. ചൂടത്ത് നല്ലതല്ലേ? ചൂട് നല്ല കായ, നല്ല സാധനമാണ്. 2 കായ അടിച്ച് ചൂട് പറയാനുണ്ടായില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് കൊത്തണ്ടേ? നിങ്ങൾ സാധനം അത് കുഴപ്പമില്ല. അതവിടെ ഇരുന്നോട്ടോ, അത് കുഴപ്പമില്ല. കായ കൊണ്ട് കുടിക്കാമോ? അത് പ്രശ്നമില്ല. കൊണ്ടുപോവാ. ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന ശേഷം കഴിക്കണേ. എന്താ നമുക്ക് സാധനം കിട്ടിട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ ഇത് നല്ല വലുതല്ലേ? നമുക്ക് അറിയാത്തോണ്ട് നമ്മൾ അമ്മയോട് ചോദിച്ചിട്ട് കഴിക്കണം കേട്ടോ. ഇങ്ങനെ കഴിക്കണം അല്ലേ? ഇതിനകത്ത് വെള്ളമുണ്ട്. ഉണ്ടോ? വെള്ളമുണ്ട്. ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടാ. പാലക്കാടുകാർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല. ഞങ്ങൾക്കൊക്കെ ഇതൊരു പുതുമയാണല്ലോ. പാലക്കാട്ടിലാണ് അല്ലല്ല, മലപ്പുറം.
പിന്നെ ഞാനത് അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു 20 രൂപയേ ഉള്ളൂ ഇതിന് കേട്ടോ. പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിലയുണ്ടെന്ന് തോന്നുന്നു. 20 രൂപയ്ക്കാണ് ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഒരെണ്ണത്തിന് 20 രൂപ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അവരോട്. ശീലം വേണം പഠിക്കാൻ. ഇതിനകത്ത് വെള്ളമുണ്ട്, ഉണ്ടോ വെള്ളം? അപ്പൊ ഈ സീസണുകൾ നമ്മൾ പാലക്കാട് എവിടെ വന്നാലും എന്താ നൊങ്കുമായിട്ട് ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഇപ്പം അധികം ഇല്ല, പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അച്ഛൻ. ഇപ്പൊ ഇല്ല, ഇപ്പൊ കുറച്ചേ ഉള്ളൂ. നമ്മള് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഇതൊരു ഭയങ്കര കൗതുകമായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടി. ഇത് അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം കഴിക്കുന്നത്. എന്തായാലും സൂപ്പർ സാധനമാണ്. നമുക്ക് മെല്ലെ ഇനി നീങ്ങും. ഈ ചൂട് സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു എനർജി നമുക്ക് കിട്ടും കേട്ടോ. ഇതുവഴിയൊക്കെ പോകുന്നവർ ഇത് അച്ഛനും അമ്മയും ഇവിടെ കാണും. എന്നും കാണുമൊന്നുമില്ല, എന്നാലും ഉള്ള സമയത്ത് നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇത് കഴിച്ചിട്ട് പോകണം കേട്ടോ. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ പോട്ടെ എന്നാ അച്ഛൻ, ഞങ്ങൾ പോക്കോട്ടെ എന്നാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നിങ്ങൾ ഈ വഴിക്കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ അച്ഛനെയും അമ്മേനെയും കണ്ടാൽ നിങ്ങളൊന്ന് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് വലിയ സന്തോഷമായിരിക്കും കേട്ടോ.